നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പത്തനാപുരത്ത് UDF BJP ഇടയിലെന്ന് ഗണേഷ് കുമാർ. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് മണിക്കൂറുകൾ മാത്രം, ഭരണം തുടങ്ങി വിജയ്. പാലക്കാട് CPIM-ൽ കൂട്ടരാജി. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര. വീട്ടിൽ അതിക്രമിച്ച് കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം, ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിൽ. പത്തനാപുരത്ത് UDF BJP ഇടയിലെന്ന് ഗണേഷ് കുമാർ. BJP വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകിയെന്നാണ് ഗണേഷ് കുമാർ ആരോപിച്ചത്. മുൻകാല തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ടിന്റെ കണക്ക് പങ്കുവച്ചാണ് ഗണേഷ് കുമാർ ആരോപണം ഉന്നയിച്ചത്. ഡീലിന്റെ ഭാഗമായിട്ടാണ് 2020 പത്തനാപുരത്ത് മത്സരിച്ചതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഗണേഷ് കുമാർ ആരോപണം ഉന്നയിച്ചത്. BJP ജയിച്ച 3 മണ്ഡലങ്ങളിലും ഇതേ ഡീൽ നടന്നുവെന്നും ഗണേഷ് കുമാർ കുറ്റപ്പെടുത്തി. BJP ജയിച്ച 3 മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തെത്തിയത് LDF ആണ്. വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് 3 സ്ഥലത്തും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 3 സ്ഥലത്തും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. ആ സ്ഥലങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ്, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടുകൾ പോലും കോൺഗ്രസിന് ലഭിച്ചിട്ടില്ലെന്നും ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് മണിക്കൂറുകൾ മാത്രം, ഭരണം തുടങ്ങി വിജയ്. ഉദ്യോഗസ്ഥരെ മാറ്റി തുടങ്ങിയാണ് ആദ്യ നടപടി. പുതുതായി പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിമാരായി 2 IAS നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി 2 പേരെ കുറഞ്ഞത് 1 വർഷത്തേക്ക് നിയമിച്ചു. ഡോക്ടർ P. സെന്തിൽകുമാർ IAS, G. ലക്ഷ്മിപ്രിയ IAS എന്നിവരെയാണ് നിയമിച്ചത്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു സെന്തിൽകുമാർ. പാലക്കാട് CPM-ൽ കൂട്ടരാജി. ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച ഏരിയ കമ്മിറ്റി അംഗത്തെ തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ചാണ് 30ഓളം പേർ പാർട്ടി വിടുന്നത്. 4 ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നായി 24 പേർ രാജി സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അബ്ദുൾ ഷുക്കൂറിനെ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തിയിരുന്നു. ഏരിയ കമ്മിറ്റി യോഗത്തിൽ വെച്ച് ജില്ലാ നേതൃത്വത്തിനോട് കലഹിച്ചതിന് പിന്നാലെയാണ് അബ്ദുൾ ഷുക്കൂറിനെ പാർട്ടി തരം താഴ്ത്തിയത്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര. സമൂഹ മാധ്യമത്തിലാണ് സബ് കളക്ടർ ഈ അഭിപ്രായം പങ്കുവച്ചത്. വിഷയം പുതിയ സർക്കാർ വരുമ്പോൾ പരിഗണിക്കണമെന്നും ഭരണപരമായ കാര്യങ്ങളിലും പൊതുസൗകര്യത്തിലും ഉണ്ടാകുന്ന പുരോഗതിക്കുമുള്ള നിക്ഷേപമായി ഇതിനെ കാണണമെന്നും കുറിപ്പിൽ പറയുന്നു. ജില്ലയുടെ വിഭജനത്തെക്കുറിച്ച് പലപ്പോഴും പ്രപ്പോസൽ അയച്ചിട്ടുണ്ടെന്നും പോസ്റ്റിലുണ്ട്. തന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുള്ള വിഷ് ലിസ്റ്റിലാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്. പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. ഉത്തർപ്രദേശ് സ്വദേശിയായ രാജേഷ് ആണ് പിടിയിലായത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വീട്ടിലാണ് ശനിയാഴ്ച ഈ സംഭവം ഉണ്ടായത്. മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയാണ് പീഡന ശ്രമത്തിനിരയായത്. പെൺകുട്ടിയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയത്. സംഭവത്തിൽ അങ്കമാലി പോലീസ് രാജേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി.